ഭൂമിയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പാമ്പെന്ന് കേൾക്കുമ്പോൾ സ്വാഭാവികമായും നമ്മൾ ആദ്യം ഓർക്കുന്നത് ടൈറ്റാനോബോവയെ ആയിരിക്കും. 47 അടി വരെ നീളം വച്ചിരുന്ന ഇതിന്റെ അപാരമായ വലിപ്പം നമ്മുടെ സങ്കല്പങ്ങളെ ആകർഷിക്കുന്നതാണ്. ഒരു പാമ്പിന് എത്രത്തോളം ഭീകരമാകാൻ കഴിയുമെന്ന നമ്മുടെ ധാരണകളുടെ അതിരുകളെ പോലും അത് ഭേദിച്ചു. അന്നത്തെ ജീവികളുടെയൊക്കെ ഒരു പേടി സ്വപ്നം തന്നെയായിരുന്നു ടൈറ്റാനോബോവ. ഭൂമിയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പാമ്പ് വർഗം എന്ന സ്ഥാനം പതിറ്റാണ്ടുകളായിട്ട് നമ്മൾ നൽകിയിരുന്നത് ടൈറ്റാനോബോവയ്ക്കാണ്. പക്ഷേ പുരാതന ഇന്ത്യയുടെ ആഴങ്ങളിൽ നിന്ന് ഭീകരതയുടെ നിർവചനം തന്നെ മാറ്റി എഴുതുന്ന ഒരു കണ്ടെത്തൽ ഉയർന്നു വന്നിരിക്കുകയാണ്. വളരെ ഭീമാകാരവും അത്ഭുതാവഹവുമായ ഒരു ജീവിയുടെ ഫോസിൽ. അത് ടൈറ്റാനോബോവയേക്കാൾ വലിപ്പമുള്ള ഭയാനകമായ മറ്റൊരു പാമ്പ് വർഗത്തിന്റെ ഫോസിലാണ്. അതാണ് വാസുകി ഇൻഡിക്കസ്. ഏകദേശം 10 കോടി വർഷങ്ങൾക്ക് മുൻപ് മാറ്റ്സോയിഡെ എന്നൊരു വിഭാഗം പാമ്പുകൾ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി. ശേഷം അവ വൈവിധ്യമാർന്ന തരത്തിൽ പരിണമിക്കുകയും ലോകമെമ്പാടും വ്യാപിക്കുകയും ചെയ്തു. നോർത്ത് അമേരിക്കയിലും അന്റാർട്ടിക്കയിലും ഒഴികെ ബാക്കി എല്ലാ ഭൂഖണ്ഡങ്ങളിൽ നിന്നും ഇവയുടെ ഫോസിൽസ് കണ്ടെത്തിയിട്ടുണ്ട്. മാറ്റ്സോയിഡേകളെല്ലാം ടെറസ്ട്രിയൽ പാമ്പുകളായിരുന്നു. ഏറ്റവും വലിയ മാറ്റ്സോയിഡേകളൊക്കെ സെമി അക്വാട്ടിക്കുമാണ്. പക്ഷേ പൂർണ്ണമായും അക്വാട്ടിക് ആയിരുന്ന മാറ്റ്സോയിഡകൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. മാറ്റ്സോയിഡെ കുടുംബത്തിൽ ചെറുതും വലുതുമായ നിരവധി പാമ്പ് വർഗ്ഗങ്ങളുണ്ട്. അലാമിറ്റോഫിസ് ടിങ്കാമാറയാണ് അതിൽ ഏറ്റവും ചെറിയ വർഗം. ഇവയ്ക്ക് വെറും 2.5 അടി നീളമേ ഉണ്ടായിരുന്നുള്ളൂ. ശരിക്കും കുഞ്ഞൻ പാമ്പുകൾ. ആദ്യ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒട്ടുമിക്ക മാറ്റ്സോയിഡേകളും ഇതുപോലെ വലിപ്പം കുറഞ്ഞ പാമ്പുകളായിരുന്നു. നമ്മുടെ ഇന്ത്യയിൽ ജീവിച്ചിരുന്ന സൊനാജെ ഇൻഡിക്കസ് ആയിരുന്നു ആ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ മാറ്റ്സോയിഡെ. അതിന് ഏതാണ്ട് 11 അടി വരെ നീളമുണ്ടായിരുന്നു. അന്നത്തെ മറ്റ് മാറ്റ്സോയിഡേകളെ അപേക്ഷിച്ച് ഇവ വലുതായിരുന്നെങ്കിലും ഇവ അന്നത്തെ അപ്പെക്സ് പ്രെഡേറ്റേഴ്സ് ഒന്നും ആയിരുന്നില്ല. കാരണം അന്ന് ലോകം ഭരിച്ചിരുന്നത് ദിനോസറുകളായിരുന്നു. സകല മാറ്റ്സോയിഡെ പാമ്പുകളും ഡൈനോസേഴ്സിന്റെ നിഴലുകളിലാണ് ജീവിച്ചിരുന്നത്. ഡൈനോസേഴ്സ് മാത്രമല്ല, ടെറോസോഴ്സ്, മൊസാസോഴ്സ്, പ്ലസിയോസൗർസ്, അങ്ങനെ അന്ന് ഏകദേശം എല്ലാ ആവാസ വ്യവസ്ഥകളിലും ഏതെങ്കിലും വിധത്തിലുള്ള മാരകമായ ഉരകജീവികളായിരുന്നു അപ്പെക്സ് പ്രെഡേറ്റേഴ്സ്. എന്തായാലും അന്നത്തെ മാറ്റ്സോയിഡേകളൊക്കെ ഓപ്പർച്യൂണിസ്റ്റിക് ഫീഡേഴ്സ് ആയിരുന്നു. അതായത് കൃത്യമായും ഏതെങ്കിലും ചില ആഹാര സ്രോതസ്സുകളെ മാത്രം ആശ്രയിക്കുന്നതിന് പകരം അവസരം കിട്ടുന്ന പോലെ സകല ജീവികളെയും ആഹാരമാക്കിയിരുന്നു. ദിനോസറുകൾ, സസ്തനികൾ, പക്ഷികൾ, മീനുകൾ, ഉരകജീവികൾ, അങ്ങനെ എല്ലാ ജീവികളെയും ഇവ വേട്ടയാടും. പക്ഷേ വലിപ്പം കുറഞ്ഞ ജീവികളെ മാത്രമേ ഇവ വേട്ടയാടിയിരുന്നുള്ളൂ. കാരണം ഇവയ്ക്ക് വലിയ ജീവികളെ വേട്ടയാടാനുള്ള ശക്തി ഉണ്ടായിരുന്നില്ല. എന്തായാലും ഇവ വേട്ടയാടുന്ന രീതി വളരെ ഭയാനകമാണ്. ഇന്നത്തെ പെരുമ്പാമ്പുകളെ പോലെ മാറ്റ്സോയിഡേകളും ഇരകളെ ആദ്യം ചുറ്റി വരിഞ്ഞു മുറുക്കും. ഈ പാമ്പുകളുടെ ശരീരം നിറയെ ശക്തമായ പേശികൾ കൊണ്ട് നിറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ ഇരകളെ ചുറ്റി വരിഞ്ഞു മുറുക്കുമ്പോൾ ഇരകൾക്ക് ഒന്ന് അനങ്ങാൻ പോലും പറ്റില്ല. പിടി മുറുകുന്നതിനനുസരിച്ച് ഇരയ്ക്ക് ശ്വാസം വിടാൻ പോലും പറ്റാതെയാകും. അങ്ങനെ അവസാനം ഇര ശ്വാസം മുട്ടി കൊല്ലപ്പെടും. പക്ഷേ ഇന്നത്തെ പെരുമ്പാമ്പുകളിൽ നിന്നും മാറ്റ്സോയിഡേകളെ വ്യത്യസ്തമാക്കുന്ന ഒരു പ്രധാന ഘടകം എന്താണെന്നാൽ പെരുമ്പാമ്പുകളുടെ തലയോട്ടി വളരെ ഫ്ലെക്സിബിൾ ആണ്. അതുപോലെ വീതിയും കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇവയ്ക്ക് പിടിക്കുന്ന ഇരകളെ മൊത്തത്തിൽ വിഴുങ്ങാൻ സാധിക്കും. അതിനുവേണ്ടി ചില പെരുമ്പാമ്പുകൾക്ക് വേണമെങ്കിൽ അവയുടെ താടിയെല്ല് ഡിസ്ലൊക്കേറ്റ് ചെയ്യാൻ പോലും പറ്റും. പക്ഷേ മാറ്റ്സോയിഡേകൾക്ക് ഇത് സാധ്യമല്ല. ഇവയുടെ തലയോട്ടി അത്ര ഫ്ലെക്സിബിളുമല്ല, അത്രത്തോളം വീതി കൂടിയതുമല്ല. അതിനാൽ ഇവയ്ക്ക് ഇരകളെ മൊത്തത്തിൽ വിഴുങ്ങാനും സാധിക്കില്ല. അങ്ങനെയെങ്കിൽ ഇവ വായ്ക്കുള്ളിൽ ഒതുങ്ങുന്ന തീരെ കുഞ്ഞൻ ജീവികളെ, ഉദാഹരണത്തിന് തവളകൾ പോലത്തെ ജീവികളെ മാത്രമേ വേട്ടയാടിയിരുന്നുള്ളൂവെന്ന് പെട്ടെന്ന് നമ്മൾ കരുതും. പക്ഷേ യഥാർത്ഥത്തിൽ ശക്തമായ പേശികൾ കാരണം അത്യാവശ്യം വലിപ്പമുള്ള ജീവികളെയും ഇവയ്ക്ക് വേട്ടയാടാൻ പറ്റും. എന്നാൽ പിടിക്കുന്ന ഇരയെ വിഴുങ്ങുന്നതിന് പകരം ഇവയുടെ ശക്തമായ താടിയെല്ലുകളും കൂർത്ത പല്ലുകളും ഉപയോഗിച്ച് ഇരയെ കടിച്ചു കയറി കഷ്ണങ്ങളാക്കിയാണ് കഴിച്ചിരുന്നത്. ഒരുപക്ഷെ ആദ്യം ചുറ്റിവരിഞ്ഞ് മുറുക്കുന്ന സമയം ഇര ചത്തില്ലായിരുന്നെങ്കിൽ ഇങ്ങനെ കടിച്ചു കീറി തിന്നുന്ന സമയം അതിന് മാരകമായ വേദന അനുഭവപ്പെടും. ഏകദേശം 7 കോടി വർഷങ്ങൾക്ക് മുൻപ് മുതൽ മാറ്റ്സോയിഡേകൾ കൂടുതൽ വലിപ്പം വയ്ക്കാൻ തുടങ്ങി. മാറ്റ്സോയിയ പൈസ്ഡുറൻസിസ് എന്നൊരു പാമ്പായിരുന്നു ആ കാലത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ മാറ്റ്സോയിഡെ. അത് ഏകദേശം 16 അടി വരെ നീളം വച്ചിരുന്നു. പക്ഷേ ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ ഇതിനേക്കാൾ വലിയ മാറ്റ്സോയിഡേകൾ പരിണമിച്ചിരുന്നു. അതിനൊരു ഉത്തമ ഉദാഹരണമാണ് മാറ്റ്സോയിയ മഡഗാസ്കറിയൻസിസ്. പേര് സൂചിപ്പിക്കുന്നത് പോലെ ഇത് മഡഗാസ്കറിലാണ് ജീവിച്ചിരുന്നത്. ഇവ 26 അടിയിൽ കൂടുതൽ നീളം വച്ചിരുന്നു. 26 അടി എന്ന് പറയുമ്പോൾ അത് ഇന്നത്തെ ഏറ്റവും നീളം കൂടിയ പാമ്പുകൾക്ക് സമാനമാണ്.
റെറ്റിക്കുലേറ്റഡ് പൈത്തോൺസ് ആണ് ഇന്ന് ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ പാമ്പുകൾ. റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുള്ള ഏറ്റവും വലിയ റെറ്റിക്കുലേറ്റഡ് പൈത്തോണിന് 25 അടി നീളമുണ്ടായിരുന്നു. അപ്പോൾ മാറ്റ്സോയ മഡഗാസ്കറിയൻസിസ് ഇന്നത്തെ ഏറ്റവും വലിയ പാമ്പുകളേക്കാൾ വലുതായിരുന്നു. ഇത് ആ കാലത്ത് മഡഗാസ്കറിലെ ഏറ്റവും ഭീകരമായ അപ്പെക്സ് പ്രെഡറ്റേഴ്സിൽ ഒന്നായിരുന്നു. ഇതിന്റെ ആവാസ വ്യവസ്ഥയിലുണ്ടായിരുന്ന ഒട്ടുമിക്ക ജീവികളെയും ഇവയ്ക്ക് വേട്ടയാടാൻ പറ്റും. എന്തായാലും ഏകദേശം 6.5 കോടി വർഷങ്ങൾക്ക് മുൻപ് ഭൂമിയിൽ ഒരു മഹാവംശനാശം സംഭവിച്ചു. ആ വംശനാശത്തിൽ ദിനോസറുകൾ ഭൂമുഖത്ത് നിന്നും അപ്രത്യക്ഷമായി. പക്ഷേ മാറ്റ്സോയിഡേകൾ ഈ വംശനാശത്തിനെ അതിജീവിച്ചു. അതിന്റെ ഒരു പ്രധാന കാരണം ഇവ ഡൈനോസേഴ്സിന്റെ അത്ര ഭീമാകാരമായിരുന്നില്ല. പിന്നെ ഇവ കോൾഡ് ബ്ലഡഡ് അനിമൽസ് ആയതിനാൽ ഇവയുടെ മെറ്റബോളിക് റേറ്റ് താരതമ്യേന ഒരുപാട് കുറവാണ്. എന്നുവെച്ചാൽ ഇവയ്ക്ക് ആഹാരം കഴിക്കാതെ ഒരുപാട് കാലം ജീവിക്കാൻ കഴിയും. ഒരുപാട് കാലം എന്ന് പറയുമ്പോൾ പല മാസങ്ങൾ മുതൽ ഒരു വർഷത്തോളം വരെ ജീവിക്കാൻ പറ്റും. അതുമാത്രമല്ല ഇവയ്ക്ക് സേഫായി ഒളിച്ചിരിക്കാൻ പറ്റിയ സ്ഥലങ്ങൾ കണ്ടെത്താനുള്ള സ്വാഭാവികമായ കഴിവുമുണ്ട്. അതിനാൽ മറ്റ് ജീവികളൊന്നും ഇവയെ പെട്ടെന്ന് ആക്രമിക്കില്ല. അങ്ങനെ ഈ കാരണങ്ങൾ കൊണ്ട് മാറ്റ്സോയിഡേകൾ മഹാവംശനാശത്തിനെ അതിജീവിച്ചു. ശേഷം പാലിയോജീൻ കാലഘട്ടം തുടങ്ങിയതോടെ, അതായത് ഏകദേശം 6.5 കോടി വർഷങ്ങൾക്ക് മുൻപ് മുതൽ മാറ്റ്സോയിഡേകൾ തഴച്ചു വളരാൻ തുടങ്ങി. അതിന്റെ ഏറ്റവും പ്രധാന കാരണം കാലാവസ്ഥയാണ്. പാലിയോജീൻ കാലഘട്ടത്തിന്റെ ആദ്യ പകുതിയിൽ, അതായത് 6.5 കോടി വർഷങ്ങൾക്ക് മുൻപ് മുതൽ 3.5 കോടി വർഷങ്ങൾക്ക് മുൻപ് വരെയുള്ള കാലത്തിൽ ഭൂമിയുടെ ആഗോള താപനില ഒരുപാട് കൂടുതലായിരുന്നു. കോൾഡ് ബ്ലഡഡ് അനിമൽസിന് അവയുടെ ശരീരത്തിനുള്ളിൽ താപനില ഉൽപ്പാദിപ്പിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ അവയ്ക്ക് ശരീര താപനിലയും മെറ്റബോളിസവും ഒക്കെ നിയന്ത്രിക്കണമെങ്കിൽ ആവാസ വ്യവസ്ഥയിലെ താപനില വളരെ വളരെ പ്രധാനമാണ്. താപനില കുറഞ്ഞ ആവാസ വ്യവസ്ഥയിൽ അവയ്ക്ക് ശരീര താപനില എഫിഷ്യന്റ് ആയിട്ട് നിലനിർത്താനാകില്ല. അനന്തരഫലമായി അവയുടെ മെറ്റബോളിക് റേറ്റ് ഒരുപാട് കുറയും. അതിനാൽ അവയ്ക്ക് അധികം വലിപ്പം വയ്ക്കാനും സാധിക്കില്ല. എന്നാൽ താപനില കൂടിയ ആവാസ വ്യവസ്ഥയിൽ മെറ്റബോളിക് റേറ്റ് ഉയരും. അത് ഈ പാമ്പുകളെ കൂടുതൽ വേഗത്തിൽ വളരാനും വലിപ്പം വയ്ക്കാനും സഹായിക്കും. അതിനു പുറമെ കൂടുതൽ വലിപ്പം വയ്ക്കുന്നതും പാമ്പുകൾക്ക് ശരീര താപനില വീണ്ടും കൂടുതൽ എഫിഷ്യന്റ് ആയിട്ട് നിലനിർത്താൻ സഹായകരമാണ്. ഈ കാരണങ്ങൾ കൊണ്ടാണ് അന്ന് മാറ്റ്സോയിഡേകൾ ഭീമാകാരമായി മാറിയത്. മാറ്റ്സോയിഡേകൾ മാത്രമല്ല, ഭൂമിയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പാമ്പുകളെല്ലാം യഥാർത്ഥത്തിൽ പാലിയോജീൻ കാലഘട്ടത്തിന്റെ ആദ്യ പകുതിയിലാണ് ജീവിച്ചിരുന്നത്. കാലാവസ്ഥയ്ക്ക് പുറമെ കോമ്പറ്റീഷൻ ഇല്ലായിരുന്നു എന്നതും മാറ്റ്സോയിഡേകളെ തഴച്ചു വളരാൻ സഹായിച്ച മറ്റൊരു പ്രധാന ഘടകമാണ്. അതായത് പാലിയോജീൻ കാലഘട്ടത്തിന് മുന്നേ ദിനോസറുകളും മറ്റു ഉരകജീവികളുമൊക്കെയാണ് ഭൂമി ഭരിച്ചിരുന്നത്. അവയ്ക്ക് വംശനാശം സംഭവിച്ചതോടെ പിന്നെ ആ തസ്തികകളിലേക്ക് മാറ്റ്സോയിഡേകൾ പ്രവേശിച്ചു. അങ്ങനെ പാലിയോജീൻ കാലഘട്ടം പകുതിയായപ്പോഴേക്കും മാറ്റ്സോയിഡേകൾ ശരിക്കും ഭീമാകാരമായി മാറിക്കഴിഞ്ഞിരുന്നു. ആ സമയം സൗത്ത് അമേരിക്കയിൽ മാറ്റ്സോയ ബായ് എന്നൊരു മാറ്റ്സോയിഡേ ജീവിച്ചിരുന്നു. ഇത് ഏകദേശം 32 അടി വരെ നീളവും 400 കിലോഗ്രാമിൽ കൂടുതൽ ഭാരവും വെച്ചിരുന്നുവെന്നാണ് നിഗമനം. അന്ന് സൗത്ത് അമേരിക്കയിലെ ഏറ്റവും വലിയ അപ്പെക്സ് പ്രെഡറ്റേഴ്സിൽ ഒന്നായിരുന്നു ഇത്. ഇതുപോലെ അന്ന് നോർത്ത് ആഫ്രിക്കയിൽ ജീവിച്ചിരുന്ന മറ്റൊരു മാറ്റ്സോയിഡേയാണ് ജിഗാന്റോഫിസ് ഗാർസ്റ്റിനെ. ഇത് 33 അടിയിൽ കൂടുതൽ നീളവും 1000 കിലോഗ്രാമോളം വരെ ഭാരവും വെച്ചിരുന്നു. ആ കാലത്ത് നോർത്ത് ആഫ്രിക്കയിലെ തന്നെ ഏറ്റവും വലിയ ജീവികളിൽ ഒന്നായിരുന്നു ഇത്. കണ്ണിൽ കാണുന്ന ഏകദേശം എല്ലാ ജീവികളെയും ഇവയ്ക്ക് വേട്ടയാടാൻ കഴിഞ്ഞിരുന്നു. മുതലകൾ, സസ്തനികൾ, ഉരകജീവികൾ, മറ്റു പാമ്പുകൾ, അങ്ങനെ ഒട്ടുമിക്ക ജീവികളും ഈ പാമ്പുകളുടെ ഡയറ്റ് പ്ലാനിൽ ഉണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ ഈ പാമ്പിനെയാണ് കഴിഞ്ഞ വർഷം വരെ മാറ്റ്സോയിഡയിലെ ഏറ്റവും വലിയ പാമ്പ് വർഗമായിട്ട് പരിഗണിച്ചിരുന്നത്. എന്നാൽ പാലിയോജീൻ കാലത്തിൽ ഇതിനേക്കാൾ ഭീമാകാരമായ മറ്റൊരു മാറ്റ്സോയിഡേ ഉണ്ടായിരുന്നു. 20 വർഷങ്ങൾക്ക് മുന്നേ, അതായത് 2005-ൽ ഗുജറാത്തിൽ നിന്നും ഒരു പാമ്പ് വർഗത്തിന്റെ ഫോസിൽ കിട്ടി. പക്ഷേ കഴിഞ്ഞ വർഷം, അതായത് 2024-ലാണ് ആ ഫോസിലിൽ പഠനങ്ങൾ നടത്തിയത്. ഇത്രയും കാലം വരെ ഇത് ഏതോ ഒരു മുതല വർഗത്തിന്റെ ഫോസിലായിരിക്കുമെന്നാണ് കരുതിയിരുന്നത്. എന്നാൽ കഴിഞ്ഞ വർഷം നടത്തിയ പഠനത്തിൽ നിന്നും ഇത് ശരിക്കും ഒരു മാറ്റ്സോയിഡേ വർഗം പാമ്പിന്റേതാണെന്ന് തിരിച്ചറിഞ്ഞു. ഏതാണ്ട് 4.5 കോടി വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ചിരുന്ന ഈ മാറ്റ്സോയിഡേക്ക് വാസുകി ഇൻഡിക്കസ് എന്നാണ് പേര് നൽകിയിരിക്കുന്നത്. ഒരു പാമ്പിന്റെ ഫോസിലിനെ മുതലയുടെ ഫോസിലാണെന്ന് കരുതി തെറ്റിദ്ധരിക്കണമെങ്കിൽ അത് എത്രത്തോളം ഭീകരമായിരുന്നിരിക്കുമെന്ന് നമുക്ക് ചിന്തിക്കാവുന്നതേയുള്ളൂ. നിലവിലത്തെ നിഗമനമനുസരിച്ച് വാസുകി ഇൻഡിക്കസ് ഏതാണ്ട് 40 അടി മുതൽ 50 അടി വരെ നീളം വച്ചിരുന്നു. അതായത് ഒരു വലിയ KSRTC ബസിന്റെ അത്ര നീളം. അപ്പോൾ ഏറ്റവും ഉയർന്ന എസ്റ്റിമേഷൻ പ്രകാരം ഇത് ടൈറ്റാനോ ബോവയേക്കാൾ വലുതാണ്. കാരണം ടൈറ്റാനോ ബോവയുടെ ഉയർന്ന എസ്റ്റിമേഷൻ പ്രകാരം അതിന് പരമാവധി 47 അടി വരെയാണ് നീളം വയ്ക്കാൻ കഴിഞ്ഞിരുന്നത്.
വലിപ്പത്തിനനുസരിച്ച് വാസുകി ഇൻഡിക്കസിന് ഭാരവും ഉണ്ടായിരുന്നു. ഇത് 1100 കിലോഗ്രാമിൽ കൂടുതൽ ഭാരം വെച്ചിരുന്നുവെന്നാണ് കരുതപ്പെടുന്നത്. അതായത് ഒരു ശരാശരി ഇന്ത്യൻ സിംഹത്തിന്റെ 6 മടങ്ങിൽ കൂടുതൽ ഭാരം. ടൈറ്റാനോബോവ കൂടുതലും ജലാശയങ്ങളിലാണ് വേട്ടയാടിയിരുന്നത്, അതായത് ഇന്നത്തെ അനാക്കോണ്ടകളെ പോലെ. എന്നാൽ വാസുകി ഇൻഡിക്കസ് ടെറസ്ട്രിയൽ അനിമലാണ്, എന്നുവെച്ചാൽ ഇവ കരയിലാണ് കൂടുതലും വേട്ടയാടുന്നത്. ഇത് തന്നെയാണ് വാസുകി ഇൻഡിക്കസിനെ ടൈറ്റാനോബോവയേക്കാൾ ഭയാനകമാക്കുന്ന കാര്യവും. 6 സിംഹങ്ങളുടെ ഭാരവും KSRTC ബസിന്റെ അത്ര നീളവുമുള്ള ഒരു ഭീമാകാരമായ ജീവി കരയിലൂടെ ഇരകളെ തുരത്തുന്ന ദൃശ്യം നിങ്ങളൊന്ന് സങ്കല്പിച്ചു നോക്കൂ. അത് ശരിക്കും ഭയാനകമാണ്. ആ കാലത്തിലെ ജീവികളുടെയൊക്കെ ഒരു പേടി സ്വപ്നം തന്നെ ആയിരുന്നിരിക്കും ഇത്. വലിപ്പത്തിന്റെ അടിസ്ഥാനത്തിൽ നോക്കിയാലും ഭാരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നാലും വാസുകി ഇൻഡിക്കസ് ജീവിച്ചിരുന്ന ആവാസ വ്യവസ്ഥയിൽ ഇത് തന്നെയായിരുന്നു ഏറ്റവും വലിയ അപെക്സ് പ്രെഡറ്റേഴ്സ്. മുതലകൾ, ഭീമൻ കടലാമകൾ, പുരാതന തിമിംഗലങ്ങൾ, വലിയ സസ്യഭുക്കുകൾ, സസ്തനികൾ, അങ്ങനെ അതിന്റെ ആവാസ വ്യവസ്ഥയിലുള്ള സകല ജീവികളെയും വാസുകി ഇൻഡിക്കസ് ആഹാരമാക്കിയിരുന്നു. പല ദശലക്ഷം വർഷങ്ങളോളം കാലം വരെ വാസുകി ഇൻഡിക്കസ് രാജാക്കന്മാരായിട്ട് ജീവിച്ചു. പാലിയോജീൻ കാലത്തിന്റെ അവസാന ഘട്ടമായപ്പോഴേക്കും ആഗോള താപനില കുറയാൻ തുടങ്ങി. അതോടെ മാറ്റ്സോയിഡേകൾ പതിയെ നശിക്കാനും തുടങ്ങി. കാരണം താപനില കുറഞ്ഞ കാലാവസ്ഥ പാമ്പുകൾക്ക് പറ്റിയതല്ല. വലിപ്പം കൂടിയ ഭൂരിപക്ഷം മാറ്റ്സോയിഡേകൾക്കും ഏകദേശം 2 കോടി വർഷങ്ങൾക്ക് മുൻപ് തന്നെ വംശനാശം സംഭവിച്ചിരുന്നു. എന്നാൽ ചെറിയ വർഗം മാറ്റ്സോയിഡേകൾ വീണ്ടും ഒരുപാട് കാലം ഓസ്ട്രേലിയയിൽ അതിജീവിച്ചു. കാരണം അവിടെ താരതമ്യേന ചൂട് കൂടിയ കാലാവസ്ഥയാണ്. ഓസ്ട്രേലിയയിൽ വളരെ ഭീകരവും ഭീമാകാരവുമായ ഒരുപാട് തരം ജീവികൾ ഉണ്ടായിരുന്നു. അവയ്ക്കിടയിൽ അതിജീവിക്കുക എന്നത് ഈ ചെറിയ മാറ്റ്സോയിഡേകൾക്ക് അത്ര എളുപ്പമായിരുന്നില്ല. എന്നിരുന്നാലും അവയ്ക്കിടയിൽ ഈ മാറ്റ്സോയിഡേകൾ വീണ്ടും പല കോടി വർഷങ്ങളോളം അതിജീവിച്ചു. പക്ഷേ ഏകദേശം 50,000 വർഷങ്ങൾക്ക് മുന്നേ മാറ്റ്സോയിഡേകൾ അന്നേ വരെ കണ്ടിട്ടില്ലാത്ത പുതിയൊരു വർഗം ജീവികൾ ഓസ്ട്രേലിയയിലെത്തി. അത് വെറും നിസ്സാരമായ ജീവികളായിരുന്നില്ല. ഇന്നേ വരെ ഭൂമി കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും അപകടകാരികളായ പ്രെഡറ്റേഴ്സ് ആയിരുന്നു. അതാണ് മനുഷ്യർ. അതോടെ അവശേഷിച്ച മാറ്റ്സോയിഡേ വർഗങ്ങളും പതിയെ നശിക്കാൻ തുടങ്ങി. ഒടുവിൽ ഏതാണ്ട് 12,000 വർഷങ്ങൾക്ക് മുന്നേ അവസാനത്തെ മാറ്റ്സോയിഡേ വർഗത്തിനും വംശനാശം സംഭവിച്ചു. അങ്ങനെ അതോടെ മാറ്റ്സോയിഡേ ഭൂമിയിൽ നിന്നും പൂർണ്ണമായും അപ്രത്യക്ഷമായി. ഇങ്ങനെ പറഞ്ഞെങ്കിലും യഥാർത്ഥത്തിൽ മനുഷ്യൻ കാരണം മാത്രമല്ല അവയ്ക്ക് വംശനാശം സംഭവിച്ചത്. കാലാവസ്ഥയിലെ മാറ്റം തന്നെയായിരുന്നു അതിന്റെ ഏറ്റവും പ്രധാന കാരണം. അതിനു പുറമേയുള്ള മനുഷ്യരുടെ സാന്നിധ്യം അവയുടെ വംശനാശത്തിന്റെ ആക്കം കൂട്ടുകയാണ് ചെയ്തത്.